കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നന്ദി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു. യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി മനാഫ് കാപ്പാട് ഉദ്ഘാടനം ചെയ്തു. നന്ദിയിലെ തീരപ്രദേശത്തുള്ള ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ നന്ദി റെയിൽവേക്ക് അടിപ്പാത നിർമ്മാണം ഉടൻ തുടങ്ങണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നന്ദി വ്യാപാര ഭവനിൽ വെച്ച് നടന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നന്ദി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി മനാഫ് കാപ്പാട് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ പേരിൽ ദ്രോഹിക്കുന്ന സർക്കാർ നടപടികൾ അവസാനിപ്പിക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തോന്നിയ മാതിരി ലൈസൻസ് ഫീസുകൾ, മറ്റ് അനുബന്ധ ഫീസുകൾ തുടങ്ങിയവ ഇരട്ടിയാക്കുന്ന നടപടികളിൽ നിന്നും പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് പവിത്രൻ ആതിര അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ.ടി. വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. ആശ്വാസ് പദ്ധതി നടപ്പിലാക്കിയത് മൂലം വ്യാപാരികൾക്കുണ്ടായ സാമ്പത്തിക ഭദ്രത എടുത്തു പറഞ്ഞു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി സനീർ വില്ലങ്കണ്ടി, യൂണിറ്റ് ട്രഷറർ ദിലീപ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് സുകുമാരൻ, നിയോജകമണ്ഡലം വനിതാ വിംഗ് പ്രസിഡന്റ് സൗമിനി മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കൂടാതെ 2023-24 വർഷത്തെ റിപ്പോർട്ട് യൂണിറ്റ് സെക്രട്ടറിയും വരവ് ചെലവ് കണക്ക് യൂണിറ്റ് ട്രഷററും അവതരിപ്പിച്ചു. നന്ദിയിലെ തീരപ്രദേശത്തുള്ള ജനങ്ങളുടെ യാത്രാദുരിതത്തിന് അറുതി വരുത്താൻ നന്ദി റെയിൽവേക്ക് അടിപ്പാത നിർമ്മാണം ഉടൻ തുടങ്ങണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. കൂടാതെ SSLC +2 വിജയികൾക്ക് മൊമെന്റോയും ക്യാഷ് പ്രൈസും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. 2024-26 വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റിയെ ചടങ്ങിൽ വെച്ച് തെരഞ്ഞെടുത്തു. യൂണിറ്റ് പ്രസിഡന്റായി പവിത്രൻ ആതിരയും ജനറൽ സെക്രട്ടറിയായി ഷമീർ വില്ലങ്കണ്ടിയെയും ട്രഷററായി ദിലീപ് കുമാറിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.